ചെന്താമരയോ ചെന്തിക്കനലോ പൊന്നിൻ കതിരോ മിന്നൽ കൊടിയോ പെണ്ണൊരുത്തി ഇവൾ നൊമ്പരത്തി നെഞ്ചിലുണ്ടേ തുടം പുഞ്ചിരിത്തേ ചെന്താമരയോ ചെന്തിക്കനലോ പൊന്നിൻ കതിരോ മിന്നൽ കൊടിയോ ശിവ ഇത് കൊണ്ടുപോയി പ്രസന്ന ചേച്ചി വിട്ട് കൊടുത്തേ. ശിവ ചേച്ചിക്ക് എന്തെങ്കിലും കടയിൽ നിന്ന് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കണേ. ഓക്കേ. മുത്തോണി ഓ ഒന്ന് വേഗം തേച്ചാടി, ചേട്ടന് പോണ്ടതാ. ഒരു 15 മിനിറ്റ്. ശരി. അല്ല മുത്തോണി, എടി നിന്റെ അനിയത്തി എപ്പോഴാ പോണേ? നാളെ ഉച്ചയ്ക്കാ ഫ്ലൈറ്റ്. രാവിലെ ഇവിടുന്ന് പോവും. ഒരു കാര്യം ചെയ്, ഈ തുണിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇതായിട്ട് നീ വീട്ടിലോട്ട് വാ. ചേട്ടനോട് കുറച്ച് കാശ് വാങ്ങി വെച്ചിട്ടുണ്ട്, അതേ നിനക്ക് തരാം. എന്തിനാ ചേച്ചി? എന്റെ കയ്യിലുണ്ട്. ഒന്ന് പോടിയാർന്ന്, നീ വീട്ടിലോട്ട് വാ. നീ എങ്ങടാ? പ്രസന്ന ചേച്ചിക്ക് മുട്ട വാങ്ങാൻ പോവാ. നോക്കി പോണേ. എന്റെ മുത്തുമണി, ഓനിന്ന് ക്ലാസ് പോയില്ലേ? സായ നാളെ പോവല്ലേ എത്താ? എന്തായി പൈസന്റെ കാര്യമൊക്കെ? അറിയാവുന്നവരോടൊക്കെ കടം മേടിച്ചു. ആ പലിശക്കാരന് ആൻഡോടൊന്നും കടം മേടിച്ചിട്ടുണ്ട്. സാരല്ലേ, ഒക്കെ ശരിയാവും. അവള് ലണ്ടനിലൊക്കെ പോയി ജോലിക്ക് കയറി അവള് കടം വീട്ടിക്കോളും. പിന്നെ ശിവയും പഠിക്കാൻ എടുക്കണല്ലേ? അവനും പുറത്തു പോണെന്നാ പറയണേ. ഓ, എന്റെ കഷ്ടപ്പാടൊക്കെ പഠിച്ചോൻ കാണുന്നുണ്ട്. എല്ലാം ശരിയാവും. എന്നാ ഞാൻ കുറച്ച് പൈസ തരാനാ. അയ്യോ വേണ്ട എത്താ, നീ ഇത് പിടിക്ക്. അവർക്ക് എന്തേലും മേടിച്ചു കൊടുക്ക്. എനിക്ക് ആർക്ക് മേടിച്ചു കൊടുക്കാനാ? പോട്ടെടി. എടാ ശിവ, പത്തിരിയും കോഴിക്കറിയുണ്ട്, അത് വന്ന് കഴിച്ചിട്ട് പോട്ടെ. ആണോ? ഞാൻ ഈ മുട്ട കൊണ്ട് കൊടുത്തത് ഇപ്പൊ വരാട്ടോ. പ്രിയമുള്ള ഗാന്ധിനഗർ കുടുംബാംഗങ്ങളെ, ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മുത്തു മോളെ, മുത്തു അവിടെ പരിപാടി തുടങ്ങി. നീ പോണില്ലേ? ഈ തുണി ഒന്ന് വിരിച്ചിട്ട് ഇപ്പൊ വരാൻ പറ്റേ? എന്റെ കാര്യം നോക്കണ്ട, നീ പോയി വന്നിട്ട് ചെയ്താ മതി. സായ്മണിയേക്കാൾ കൂടുതൽ നമുക്കറിയാവുന്നത് മുത്തുമണിയാണ്. ഗാന്ധിനഗറിലെ ഓരോ വീട്ടിലെയും കുടുംബാംഗമാണ് മുത്തുമണി. മതിയടി, ചെല്ല്. മുത്തുമണിയുടെ വിരലടയാളം പതിയാത്ത, മുത്തുമണിയുടെ വിയർപ്പുതുള്ളി വീഴാത്ത ഒരു വീട് പോലും ഈ ഗാന്ധിനഗറിലില്ല. നമ്മൾ എല്ലാവരും ഒത്തുകൂടി. ആ ഞാനിപ്പോ വരാം. അമ്മച്ചി ഞാൻ ഇറങ്ങുവാണേ. എന്തിനാ അമ്മച്ചി? പ്രായമായവർക്ക് വേണ്ടത് മക്കൾ തന്നെയാ, അല്ലാതെ തലയണക്കടിയിൽ വെക്കാൻ കാശല്ല. എനിക്കിതെന്തിനാ? മോള് വെച്ചോ.
ഈ കോളനിയിൽ നിന്നും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന സായ്മണിക്ക് എല്ലാവിധ ആശംസകളും നേരാം. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി സായ്മണിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വന്തം മക്കളെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ എല്ലാ അച്ഛനും അമ്മമാരും ആഗ്രഹിക്കുക. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയെല്ലാം ഞങ്ങളുടെ ചേച്ചിയായിരുന്നു. ഞാൻ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളുടെ ചേച്ചിയാണ്. അതിന് ചേച്ചി കളഞ്ഞത് ചേച്ചിയുടെ ജീവിതമായിരുന്നു. അവിടെ യോഗം തുടങ്ങി. ചേച്ചി വിശ്രമിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുന്നത് പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. സുഖങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് എനിക്കും അനിയനും തന്ന സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കടം തീർക്കാൻ എത്ര ജന്മമുണ്ടെങ്കിലും ഇനി പറ്റൂല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഈ ചേച്ചിയുടെ അനിയത്തിയായി ജനിച്ചാൽ മതി. ഞാൻ നന്ദി പറയുന്നത് ദൈവത്തോടല്ല, എൻ്റെ ചേച്ചിയോടാണ്. എവിടെയായിരുന്നു ചേച്ചി? നന്നായിട്ട് പഠിക്കണേ. ശിവ, ചേച്ചി നീ പോവാ നോക്കേ. സമയായി, കേറ്. ചേച്ചി ഹലോ ചേച്ചി മോളെ, നീ എത്തിയോ? ആ റൂമിലെത്തിയേച്ചി. നീ പഠിത്തത്തിൽ ശ്രദ്ധിച്ചേക്കണം, നന്നായി പ്രാർത്ഥിക്കണം. ചേച്ചി എനിക്കൊരു സമാധാനം കിട്ടണില്ല. നീ എവിടത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട, നന്നായി പഠിക്കേ. എന്നാലും ചേച്ചി. ഒന്നും പറയണ്ട. ശരി മോളെ. ശരി ചേച്ചി. ഹലോ, പോലീസ് സ്റ്റേഷൻ. മുത്തുമണി, ആൻഡോയെ കൊന്നു നിങ്ങൾ സമ്മതിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. പറയാം സാർ. മുത്തുമണി, ഞാനാ. ഇതാരാ? ആൻഡോ ചേട്ടനാ? എന്തേ? ചുമ്മാ വന്നതാ. നാളെ അനിയത്തി പോണെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് പോണണ്ടായിരുന്നു. എവിടെ പോയതാ? ആഫിയത്താടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ പോയതാ. ഓ, പൈസ എല്ലാം തയ്ഞ്ഞായിരുന്നോ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ അറേഞ്ച് ചെയ്യാം നമുക്ക്. ഇല്ല, ഇത് മതി. ഇപ്പൊ തന്നെ ഒരുപാടായില്ലേ. എന്നാ ഞാൻ പോട്ടെ മുത്തുമണി. ശരി, അവരോട് പറഞ്ഞേക്ക്. ശരി മുത്തുമണി,
ഒരു കാര്യം പറഞ്ഞോട്ടെ മുത്തോണി, എന്തേ എനിക്കൊരു ഉമ്മ തരും മുത്തോണി. എന്താ പ്ലീസ്, കുറെ നാളായിട്ടുള്ള ആഗ്രഹം. ഇപ്പോഴാകുമ്പോ ആരുമില്ല മുത്തോണി. അനുജന് പോയെ കാശ് എത്ര വേണേലും തരാം ഇറങ്ങി പോടാ. മുത്തോണി, പ്ലീസ്. വിട്, വിട്. ശക്തവും വ്യക്തവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ പ്രതി മുത്തുമണി കുറ്റം ചെയ്തതായി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകുവാനും കോടതി തീരുമാനിച്ചിരിക്കുന്നു. എന്നിരുന്നാലും പ്രതിയുടെ മുൻകാല ചരിത്രവും സ്ത്രീ എന്ന പരിഗണനയും കോടതി നൽകുകയും ചെയ്യുന്നു. കൊല്ലപ്പെട്ട ആൻഡോയെ പ്രതി മുത്തുമണി കരുതിക്കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നില്ല എന്നുള്ളതുകൊണ്ടും സ്വയരക്ഷാർത്ഥം ചെയ്ത കുറ്റം ആകയാൽ പരമാവധി ശിക്ഷയിൽ നിന്നും ഇളവ് ചെയ്ത് 7 വർഷത്തെ തടവിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. മായുന്നുവോ ദൂരെ ഏകാന്ത താരമേ. വിഷമിക്കല്ലേ മുത്തുമണി, ഞാൻ നോക്കിക്കോ. മായുന്നുവോ ദൂരെ ഏകാന്ത വിഷമിക്കല്ലേ താരമേ. മുത്തോണി, ഞങ്ങളൊക്കെ ഇട ചൊല്ലുവാനാകാതെ നിൻ മിഴിനീർക്കടൽ മഴമേഘമാ തണലേകുവാൻ വെയിലേറ്റ നിൻ പൂമരച്ചില്ലമേലെ രാക്കിഴി കുഴൊഴിഞ്ഞു തനി വിതുമ്പി നിൽപ്പു നിഴലോർമകൾ. മുത്തോണി, ഒരു കാര്യം പറഞ്ഞോട്ടെ മുത്തോണി. എന്തേ എനിക്കൊരു ഉമ്മ തരും മുത്തോണി. എന്താ പ്ലീസ്, കുറെ നാളായിട്ടുള്ള ആഗ്രഹം. ഇപ്പോഴാകുമ്പോ ആരുമില്ല മുത്തോണി. അനുജന് പോയെ കാശ് എത്ര വേണേലും തരാം ഇറങ്ങി പോടാ. പ്ലീസ്. എന്നൊരുത്തി ഇവൾ നൊമ്പരത്തി നെഞ്ചിലുണ്ടേ തുടം പുഞ്ചിരിത്തേ